ഇന്ന് നമുക്ക് ബബിൾ ആൽഗ എന്താണ് നമുക്ക് നോക്കാം. ബബിൾ ആൽഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസമാണ്. സാധാരണയായി ഇവയുടെ സെല്ലുകൾ സഗ്രിഗേറ്റ് ആയിട്ട് റോക്കിൽ ഇവയിലേക്ക് പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ വളരുകയാണ് ചെയ്യാറ്. അപ്പോൾ യാദൃശികമായിട്ട് ഞാൻ ഈ ഒരു സാധനം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് എൻ്റെ കയ്യിലുണ്ടാകുന്ന സോവ അതിൽ ഈ ഒരു ബബിൾ ആൽഗ പിടിച്ചു. അപ്പോൾ ഞാനിത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിത് എന്നിട്ട് ലാസ്റ്റ് കുറേയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഇതെന്താണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ആൽഗെ കുറേ ഹാംഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു രീതിക്ക് ഒരു ഹാംഫുള്ളാണ്. അപ്പോൾ ഇതൊരു ചെറുതായിട്ടൊരു ബബിളായിട്ടാണ് ആദ്യം കാണുക. അതിനുശേഷം ഇവയ്ക്കൊരു ജസ്റ്റ് ഒരു ഈച്ചിങ്, അതുപോലെ തന്നെ ഇവയ്ക്ക് ഭക്ഷണത്തിനോ അതുപോലെ തന്നെ ഇവയ്ക്ക് വളരാൻ ആവശ്യമായ സ്ഥലം ഉണ്ടാവില്ല. ബ്രീഡിങ്ങിനൊക്കെയും ഇവ വളരെയധികം ശല്യമോ, അതുപോലെ തന്നെ നമ്മുടെ റോക്കിലൊക്കെ വളരെ സാധാരണയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബബിൾ ആൽഗെ നമ്മുടെ ബാക്കിൽ കാണുന്ന ആ ഒരു സോവയുണ്ടല്ലോ, ഈ ഒരു ഏറോ മാർക്ക് കാണുന്ന ഈ സോവയുടെ മുമ്പിലാണ് ഇതുപോലെ ഒരു ഗ്രീനായിട്ട് ഇങ്ങനെ ആൽഗ ഇങ്ങനെ വന്ന് അതിൻ്റെ സ്പേസൊക്കെ വളരെയധികം കുറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സാധനം ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്ര കാലം കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്നിട്ട് ഞാൻ എങ്ങനെയാണ് റിമൂവ് ചെയ്ത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ ഒരു മഷ്റൂം കോറലിൻ്റെ മുമ്പിൽ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബബിൾ ആൽഗ എങ്ങനെയാണ് നമ്മുടെ അക്വേറിയത്തിലേക്ക് എത്തുന്നത്. പല വിധമുണ്ട്. അപ്പോൾ നമ്മളുടെ അക്വേറിയത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഷ്റൂം കോറലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറൻറ്റൈൻ സിസ്റ്റമാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിമിതികളുള്ള കാരണം ഞാൻ മുമ്പ് ഒരു ഹോസ്പിറ്റൽ ടാങ്ക് നിർമ്മിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ അവ മാറ്റി ഡയറക്റ്റ് അക്വേറിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് ഇപ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അക്വേറിയത്തിലേക്ക് ഇപ്പോൾ ഒരു ബബിൾ ആൽഗ വന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ച ടൈമിൽ നോട്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അന്ന് ആകെ 2 ബബിൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ബബിൾസിൻ്റെ വലുപ്പവും അതങ്ങനെ കൂടി വരുന്നപ്പോഴാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളപ്പോൾ കോറലിൽ കൂടെ എത്തുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു എക്കോ സിസ്റ്റത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു റോക്കോ അതുപോലെ തന്നെ ഫിഷോ അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ട് കൊണ്ടുവരുമോ, അതുപോലെ തന്നെ നമ്മുടെ കോറൽ പ്ലഗുകളിലൊക്കെ ഇവ സാധാരണയായിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് ഒരു പ്രിവെൻറ്റ് മെത്തേഡാണ്, നമ്മളിപ്പോൾ ഒരു ബിഗിനറാണ് അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലൈവ് റോക്കൊക്കെ സാൻഡൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഈ ഒരു മൈക്രോ ആൽഗ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അക്വേറിയം സൈക്കിൾ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ലൈറ്റ് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഈ ഒരു പരിധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും ഈ ഒരു ബബിൾ ആൽഗ എങ്ങനെ സേഫായിട്ട് റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എൻഡിൽ നമ്മൾ ഇതിനെ സേഫായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡാണ് നാച്ചുറൽ പ്രെഡിറ്റേഴ്സ്. അപ്പോൾ നാച്ചുറൽ പ്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് മെമ്പർ ക്രൂ പോലെ തന്നെ നമുക്ക് ബ്ലൂ ടങ്ക്, എമന്തൽ ക്രാബ്, അതുപോലെ തന്നെ നമുക്ക് ഫോസ്ഫേസ്, റാബിറ്റ് ഫിഷ് ഇവയെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ഫിഷിന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതിലൊരു വെനം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അക്വേറിയം ഈ ഒരു ഫിഷിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ അക്വേറിയം മാക്സിമം 265 ലിറ്റർ കപ്പാസിറ്റി എങ്കിലും മാക്സിമം നമുക്ക് ഈ ഒരു ഫിഷിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇവയെല്ലാം അത്ര എഫക്റ്റീവായ മെത്തേഡാണെന്ന് പറയുന്നില്ല. ഇതിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമന്തൽ ക്രാബ് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേവ് മേക്കർ അവയിലൊന്നും ഇവയ്ക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. പിന്നീടുള്ള മെത്തേഡ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഫിസിക്കൽ റിമൂവൽ മെത്തേഡ് നോക്കാം. ഫിസിക്കൽ റിമൂവൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെ റിമൂവ് ചെയ്യുക, അതുപോലെ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതൊരു ട്യൂസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബബിൾ ആൽഗ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബബിൾ ആൽഗ റിമൂവ് ചെയ്തതിന് ശേഷം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ബ്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി അതർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ആൻഡ് ന്യൂട്രിഷൻ കൺട്രോൾ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ നോർമലായിട്ട് നമ്മുടെ ആൽഗ ക്രിയേറ്റ് ആവുന്നത് നൈട്രേറ്റും അതുപോലെ തന്നെ ഫോസ്ഫേറ്റിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മുടെ അക്വേറിയത്തിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്ലാസ്സിലും ഈ ഒരു സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നില്ലെങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യുക ഒക്കെയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ മൈക്രോ ആൽഗ റിയാക്ടറും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിൽട്ടർ സിസ്റ്റത്തിനോട് കൂടിയിട്ട് നമുക്ക് ഇത് ബെറ്ററായിട്ട് കിട്ടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോസ്ഫേറ്റ് 0.03 ടു 0.06 ppm കൺട്രോൾ ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നൈട്രേറ്റ് 5.0 ടു 10.0 ppm വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമ്മുടെ അക്വേറിയത്തിലുണ്ടാകുന്ന ആൽഗെ ഇഷ്യൂ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഫിസിക്കലായിട്ടുള്ള റിമൂവലും അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലവിധം ഷോപ്പുകളിൽ നമുക്ക് പലവിധം ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എഫിഷ്യൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം അതിലൊരു 5 മിനിറ്റ് നേരം ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും വളരെയധികം എഫിഷ്യൻസി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ പരമാവധി നമ്മൾ അക്വേറിയം സൈക്കിൾ ആയതിനു ശേഷം നമ്മളുടെ റോക്കുകളോ അതുപോലെ തന്നെ കോറലുകളോ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കോറലുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ എന്തായാലും ഒരു സേഫ്റ്റി ഗ്ലാസ് നമ്മുടെ കയ്യിൽ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോവ പോലെയുള്ള നമ്മുടെ സോഫ്റ്റ് കോറൽ വളരെ ഈസി കോറലാണ്, നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ബിഗിനേഴ്സിന് പറ്റിയൊരു നല്ലൊരു കോറലാണ് സോവ. പക്ഷേ ഇവയിലേക്കും വളരെയധികം ടോക്സിൻ അടങ്ങിയുള്ള കാരണം നമ്മുടെ കയ്യിലോ കണ്ണിലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രോബ്ലങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഈച്ചിങ്ങൊക്കെ വളരെയധികം ഈച്ചിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസും അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഗ്ലാസും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ കൈയിടുമ്പോൾ ചിലപ്പോൾ ടൈമിലേക്ക് എനിക്ക് ഈച്ചിങ്ങൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഞാനത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഞാനൊരു ബ്രസ്റ്റിൽ വാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ എനിക്കൊരു പുതിയൊരു അറിവാണ് അതും. അപ്പോൾ നമ്മൾ വരും വീഡിയോയിൽ അതിന് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ്. അതൊരു വോമാണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഞാനൊരു ലൈവ് റോക്കിൻ്റെ ഇടയിൽ നമ്മുടെ അക്വേറിയത്തിൽ പെട്ടതാണ്. പിന്നെ അത് വളരെയധികം വലുതായി, പിന്നെ അതിൻ്റെ ബേബീസൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെ കൊന്നു, പക്ഷേ അതിന് ചെറിയ ബേബീസൊക്കെ നമ്മളെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ദിവസം ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, അതെന്താണ് ബ്രസ്റ്റിൽ വാമ്. അപ്പോൾ അതൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വളരെയധികം ഈച്ചാവും, വളരെയധികം ടോക്സിക് അടങ്ങിയിട്ടുള്ള ഒരു വോമാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റിമൂവ് ചെയ്യാം നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് വരും വീഡിയോയിൽ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ബബിളായിട്ടുള്ള ചെറിയൊരു ആൽഗയാണ്. ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ആൽഗനെ ഇത്രയധികം വളർത്തിയത്. അപ്പോൾ ഞാൻ മുമ്പ് സ്പോട്ട് ചെയ്ത ടൈമിൽ എനിക്ക് എടുത്ത് മാറ്റാമായിരുന്നു, പക്ഷേ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ വെച്ചത്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ടൈമിൽ ഞാൻ കാണിച്ചില്ല സോവയിൽ വന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും പിന്നെ അതൊരു അത്രയും നാളും കെയറും കൊടുക്കാത്ത കാരണം പെട്ടെന്നൊരു ദിവസം വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ടത്. അതിനെക്കുറിച്ച് ശേഷമാണ് ഞാൻ ഈ ഒരു ബബിൾ ആൽഗനെ കുറിച്ച് കൂടുതലായി പഠിക്കാനുണ്ടായൊരു സാഹചര്യം. എപ്പോഴും മറൈൻ അക്വേറിയം എനിക്കൊരു അത്ഭുതം തന്നെയാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർഗാനിസം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ ഒരു ഇൻട്രസ്റ്റിങ് തന്നെ ഒരു ഹോബിയാണ് എനിക്കൊരു മറൈൻ അക്വേറിയം. അപ്പോൾ നമുക്കിത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രൂസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ ഈ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലായി റിമൂവ് ചെയ്തതിന് ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ജസ്റ്റ് ഡ്രോപ്പായി ഒഴിച്ചതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് നേരം വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ ഒരു ആൽഗ വളരെയധികം നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെള്ളം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു നല്ല രസമാണ് അതൊക്കെ പൊട്ടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷനൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെയാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ. നല്ല രസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിലേക്ക് ഇനി
ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ലിക്വിഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ആൽഗയുള്ള ഇഷ്യൂവിന് ഈ ഒരു ആസിഡ് ഒഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യണം. അതൊക്കെ ആസിഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർഫുള്ളായിരിക്കണം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവ വളരുന്നത് വളരെയധികം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബബിൾ ആൽഗ എന്താണെന്നും അപ്പോൾ ഇവ എങ്ങനെ നല്ല രീതിക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മാർക്കറ്റിൽ പലവിധം ഈ ഒരു ബബിൾ ആൽഗ റിമൂവ് ചെയ്യാനുള്ള ലിക്വിഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് തോന്നിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലായി റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഇട്ട് വയ്ക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് ബ്രഷ് ചെയ്തെടുക്കുന്നതാണ് വളരെയധികം എഫക്റ്റീവായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ആൽഗ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി നല്ലൊരു ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് റിസൾട്ട് തന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് പോകുന്നത്.